ഷാലോം ലക്കുലാം ബ്രുഹീം ഹബായിം ലൗൽപാൻ ഷലാനും. ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകമായി എനിക്ക് പറയാനുണ്ട്. നമ്മളൊരു യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഇത് ആരൊക്കെ കാണുന്നുണ്ട്, ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമുണ്ട്. ഇസ്രായേലിലുള്ളവരും ഇസ്രായേലിലേക്ക് വരാനായിട്ട് നാട്ടിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ വ്യൂസ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. തീർച്ചയായിട്ടും ഹീബ്രു എന്ന് പറയുന്നത് ഒരു ബൈബിളിക്കൽ ലാംഗ്വേജ് ആണ്. അപ്പം ഒരുപാട് പേർക്ക് അത് പഠിക്കണമെന്ന് ആഗ്രഹവും കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു ലാംഗ്വേജ് ഒരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഇതിന് ജോയിൻ ചെയ്യുന്നവരോട് എല്ലാവരോടും എനിക്കൊരു ചെറിയ ക്ഷമാപണം നടത്താനുണ്ട്. അതായത് ഞാൻ ഒരു പ്രൊഫഷണലി ടീച്ചറൊന്നും അല്ല. കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റേതായ ഒരു വേ ഓഫ് തിങ്കിങ്ങിലാണ് ഞാനിത് ചെയ്യുന്നത്. ഒരിക്കലും ഇത് ഒരു ലാംഗ്വേജ് പഠിപ്പിക്കേണ്ടതായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനിത് ചെയ്യാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണവും ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നവരും ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടിയിട്ട് വരാനിരിക്കുന്നവർക്കുമൊക്കെ എത്രയും പെട്ടെന്ന് പറ്റാവുന്നതുപോലെ അവരുടെ ജോലി സാഹചര്യങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹീബ്രു ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജോലിയുടേതായ ജോലിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്താണ് ഞാൻ ഓരോ സെഷനും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന ആരെയും നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിരാശപ്പെടാൻ ഇടവരാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്നത്തെ സെഷനിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പുതിയ ദിവസം എങ്ങനെ പ്ലസൻ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആരുടെ കൂടെ ആയിരിക്കുന്നു അവരുമായിട്ട് ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ച് ഒരു നല്ല ദിവസം, ഒരു പുതിയ ദിവസം എങ്ങനെ ആരംഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കെയർ ഗിവേഴ്സായിട്ടുള്ള ആൾക്കാരുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എംപ്ലോയറിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ, ആ ഒരു സറൗണ്ടിങ്സ്, അതൊക്കെയാണ് നമ്മളുടെ ലോകം അല്ലേ. തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, ഒരു ലോൺലിനെസ് ഉണ്ടാവും. അവരുടെ കൂടെ ആരുണ്ടോ, നമ്മളുടെ കൂടെയുള്ള എംപ്ലോയർ, അവരുടെ ഫാമിലി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് ഒന്ന് സ്നേഹമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എന്ത് കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചാലും നല്ല പ്ലസൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നല്ല ആകർഷണീയമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ അവിടെ നമ്മളുടെ പകുതി പ്രശ്നം തീരും. അപ്പോൾ നമ്മളുടെ ജോലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓരോ ദിവസവും പ്ലസൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഒരു ദിവസം പ്ലസൻ്റായിട്ട് ഓരോ ദിവസവും എങ്ങനെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നല്ല പ്ലസൻ്റായിട്ട് ഒരു നല്ല ദിവസം തുടങ്ങാൻ നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഉപയോഗിക്കേണ്ടുന്നതായ കുറച്ച് വാക്കുകൾ ആദ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഡയലോഗും നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വരുന്ന വാക്കുകൾ, ഗ്രാമർ ഒക്കെ മനസ്സിലാക്കി നമുക്ക് പോകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു ഗ്രാമറൊക്കെ ഫുള്ളായിട്ട് A to Z പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൻ്റെ നൗൺ, അതിൻ്റെ വെർബ്, അതിൻ്റെ അഡ്ജക്റ്റീവ്, അങ്ങനെ ഗ്രാമർ എല്ലാം നമ്മൾ മനസ്സിലാക്കിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ആവശ്യമുള്ള വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു ദിവസം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോർണിംഗ്, നൂൺ, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ മോർണിംഗ് എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു
ബോക്കേർ, ബോക്കേർ. നൂൺ സൊഹറായിം, സൊഹറായിം എന്നാണ് അതിൻ്റെ ശരിക്കുമുള്ള ഉച്ചാരണമെങ്കിലും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ചോറായും, ചോറായും എന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് പതിവ്. അതിൻ്റെ ശരിക്കുമുള്ള ഉച്ചാരണം ചൊഹറായും. ഇനി ആഫ്റ്റർനൂൺ, അഹറേ ചൊഹറായും, അഹറേ ചൊഹറായും. ഈവനിങ്, എറേവ്, എറേവ്. നൈറ്റ്, ലൈല, ലൈല. നമ്മൾ ഇത് ഈ വാക്കുകളുടെ കൂടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഇതിൻ്റെ ഓരോ വാക്കിൻ്റെയും കൂടെ നമ്മൾ ഗുഡ് ചേർത്താണ് പറയുന്നത് അല്ലേ? അത് ഹീബ്രുവിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഗുഡ് എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ സെഷനിൽ നമ്മൾ പഠിച്ചിരുന്നു. തോവ്, ഗുഡ്. ഇനി ഇത് ചില വാക്കുകൾ മസ്കുലിനായിട്ടും ചില വാക്കുകൾ ഫെമിനിനായിട്ടും നമുക്ക് പറയേണ്ട ആവശ്യം വരുമ്പോൾ അത് ഫെമിനിനായിട്ട് പറയുമ്പോൾ തോവ, തോവ് മസ്കുലിൻ, തോവ ഫെമിനിൻ. ഓക്കെ. അപ്പോൾ ബോക്കേർ എന്നുള്ളത് മോർണിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ബോക്കേർ തോവ്, ഗുഡ് മോർണിംഗ്. അത് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് നമുക്ക് പറയാനാണെങ്കിൽ സൊഹറായിം തൊവീം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൊഹറായിം എന്നാണ് നൂൺ എന്ന വാക്കിൻ്റെ ഹീബ്രു എന്ന് നമ്മൾ പറഞ്ഞു. ഈ സൊഹറായിം എന്ന് കേൾക്കുമ്പോൾ അത് പ്ലൂറലാണ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു, ഏതെങ്കിലും വാക്കുകളുടെ കൂടെ ആ വാക്കിൻ്റെ അവസാനം ഈം എന്ന് കേട്ടാൽ അത് പ്ലൂറലാണ്, ബഹുവചനം ആയ ഒരു വാക്കാണ്. അപ്പോൾ സൊഹറായിം എന്നുള്ളത് ഒരു പ്ലൂറൽ വാക്കാണ്. അപ്പോൾ നമ്മൾ തോവ് എന്ന് പറഞ്ഞാൽ പോരാ, തൊവീം എന്നാണ് പറയുന്നത്. സൊഹറായിം തൊവീം. അപ്പോൾ ബോക്കർ തോവ്, ഗുഡ് മോർണിംഗ്. സൊഹറായിം തൊവീം, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് നൂൺ. ആഫ്റ്റർനൂൺ എന്ന് നമുക്ക് പറയാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ് ചെയ്യാനല്ല, എന്തെങ്കിലുമൊക്കെ കാര്യം ആഫ്റ്റർനൂൺ എന്ന് നമ്മൾ പറയാനാണെങ്കിൽ അഹ്റേ സൊഹറായിം എന്ന് വേണം പറയാൻ. അഹ്റേ സൊഹറായിം. നമ്മൾ ഉച്ച സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് സൊഹറായിം എന്ന് മാത്രമേ പറയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞ് എന്ന് മെൻഷൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അഹ്റേ സൊഹറായിം എന്ന് പറയണം. ഇത് പറയുമ്പോൾ നമുക്ക് രണ്ട് വാക്ക് ഇവിടെ പഠിക്കാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. അഹ്റേ എന്ന് പറഞ്ഞാൽ അത് ആഫ്റ്റർ, ബിഫോർ എന്നാണെങ്കിൽ ലിഫ്നെ, ലിഫ്നെ അഹ്റേ. നമുക്ക് അക്കങ്ങൾ പെട്ടെന്ന് നോക്കാം, എല്ലാം നമ്മൾ പഠിക്കുന്നില്ല. അഹാദ്, ഷ്ടായിം, ഷലോഷ്, അർബ, ഖമേഷ്, ഷേഷ്, ഷേവ, ഷ്മോനെ, തേശ, എസർ. ഇനി 11ലേക്ക് കടക്കുമ്പോൾ ഈ എസർ എന്നുള്ള വാക്കിൻ്റെ കൂടെ അഹാദ് എന്നുള്ളതും കൂടി ചേർക്കുക. അഹാദ് എസ്രേ. എസ്രേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലായി. ഷ്ടായിം എസ്രേ, ഷ്ലോഷ് എസ്രേ. ഇവിടെ നമ്മൾ ഷലോഷ് എസ്രേ എന്നല്ല പറയുന്നത്, ഷ്ലോഷ് എസ്രേ, ഷ്ലോഷ് എസ്രേ. അർബ എസ്രേ, ഖമിഷ്, ശേഷ് എസ്രേ, ഷിബ എസ്രേ, ഷേവ അല്ല ഷിബ എസ്രേ, ഷ്മോന എസ്രേ, തിഷ എസ്രേ, തേശ അല്ല തിഷ എസ്രേ, എസ്രീം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എസർ എന്നുള്ളത് 10, എസ്രീം ഈം വന്നപ്പോൾ അത് പ്ലൂറലായി എസ്രീം, 20. ഇനി 21ലേക്ക് കടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു, രണ്ട് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ആൻഡ് എന്നുള്ള വാക്ക് എങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത് തന്നെ അല്ലേ, വേ. അപ്പോൾ 21 എന്നാകുമ്പോൾ 20 ആൻഡ് 1 അങ്ങനെയാണ് ഹിബ്രുവിൽ വരുന്നത്. അപ്പോൾ എസ്രീം വെ എഹാദ്, എസ്രീം വെ ഷ്ടായിം, എസ്രീം വെ ഷലോഷ്, എസ്രീം വെ അർബ, എസ്രീം വെ ഖമേഷ്, എസ്രീം വെ ഷേഷ്, എസ്രീം വെ ഷേവ, എസ്രീം വെ ഷ്മോനെ, എസ്രീം വെ തേശ, ശ്ലോഷീം. ഇങ്ങനെ അങ്ങ് പോവും. പിന്നെ ശ്ലോഷീം വെ ഹാദ്, ശ്ലോഷീം വെ ഷ്ടായിം അങ്ങനെ പോവും. പിന്നെ ലാസ്റ്റ് തിഷീം വെ ശേഷ, മേയ, 100 എന്നുള്ളത് മേയ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് 10കളെല്ലാം ഒന്ന് നോക്കാം. എസർ, എസ്രീം, ശ്ലോഷീം, അർബയീം, ഖമിഷീം, ഷിഷീം, ഷിവീം,
ഷ്മോനീം, തിഷീം, മേയ. ഈ ഓരോ പത്തുകളുടെയും കൂടെ വെ എഹാദ്, വെ ഷ്ടായും അങ്ങനെ ചേർത്താണ് നമ്മൾ വാക്കുകൾ പറയുന്നത്. ഇനി 100-ന് മുകളിലോട്ടുള്ള അക്കങ്ങൾ നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും. ഇനി നമുക്ക് ആഴ്ചയിലെ ദിവസങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ദിവസം എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു ഇയോം. ഇയോം. ടുഡേ എന്നാണെങ്കിൽ ഹയോം. ഹയോം. ഇനി ദിവസങ്ങളുടെ പേരുകൾ നമുക്ക് പെട്ടെന്നൊന്ന് പഠിക്കാം. സൺഡേ, റിഷോൺ. ഇനി ഹീബ്രുവിൽ നമ്മൾ ദിവസങ്ങൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ അങ്ങനെ പറഞ്ഞു പോകും അല്ലേ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം അങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ ഹീബ്രുവിൽ പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ പോരാ, അത് കംപ്ലീറ്റ് ആയിട്ട് പറയണം. ഹയോം, ഇയോം എന്നിട്ടാണ് ദിവസങ്ങൾ പറയുന്നത്. അതായത് ഇന്നത്തെ ദിവസം, ഇന്ന ദിവസം അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഹയോം എന്ന് പറഞ്ഞില്ലെങ്കിലും ഇയോം ചേർത്ത് വേണം പറയാൻ. അഡേ എന്നുള്ള അർത്ഥത്തിലുള്ള ഹീബ്രു വാക്ക് കൂടി ചേർത്ത് വേണം നമ്മൾ ദിവസങ്ങൾ പറയാൻ. അങ്ങനെ പറയുമ്പോൾ ഇയോം റിഷോൺ സൺഡേ, ഇയോം റിഷോൺ. റോഷ് എന്ന് വെച്ചാൽ ശിരസ് അല്ലെങ്കിൽ തല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരാഴ്ചയുടെ ശിരസ്സാണ് സൺഡേ. ആ അർത്ഥമാണ് യോം റിഷോൺ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കും. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ അന്ന് മുതലേ ദിവസങ്ങൾക്ക് പേര് നൽകുന്നത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം അങ്ങനെയാണ് ഈ ദിവസങ്ങളുടെ പേരുകളുടെ അർത്ഥം. അതിപ്പോൾ സൺഡേ എന്നുള്ള ദിവസത്തിൻ്റെ മാത്രം റിഷോൺ, അതായത് ഒരാഴ്ചയുടെ ശിരസ്സാണ് സൺഡേ. റിഷോൺ, ഇയോം റിഷോൺ സൺഡേ. അത് കഴിഞ്ഞാൽ ഇയോം ശനി മൺഡേ. ഇയോം ശനി എന്ന് പറയുന്നത് ശനി എന്ന് വെച്ചാൽ 2ാമത്തേത് എന്നുള്ള അർത്ഥമാണ്. അതിപ്പോൾ ദിവസത്തിന് മാത്രമല്ല, എന്തെങ്കിലും ഒരു വസ്തുക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒന്നിൻ്റെ കൂടെ ഇനിയൊരു സാധനം ആ 2ാമത്തേത് കൂടി എന്നുകൂടി പറയാൻ ഈ ശനി എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ യോം ശ്ലിഷി ട്യൂസ്ഡേ. നമ്മൾ അക്കങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞു ശലോഷാണ് 3 എന്നുള്ള വാക്ക്. അപ്പോൾ യോം ശ്ലിഷി 3-ാം ദിവസം, അതായത് ട്യൂസ്ഡേ. ഇനി വെൻസ്ഡേ ഇയോം റവി. ഇയോം റവി 4ാമത്തേത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വ്യാഴം തേഴ്സ്ഡേ എന്നുള്ളത് ഇയോം ഹമിഷി. ഹമിഷി ഖമേഷ് ഹമിഷി. ഫ്രൈഡേ ഇയോം ഷിഷി. ഷിഷി ശേഷ് ആണ് 6 എന്നുള്ള വാക്ക്, 6 എന്നുള്ള അക്കം. അപ്പോൾ 6ാമത്തെ ദിവസം ഇയോം ഷിഷി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യഹൂദന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം സാറ്റർഡേ ഷബാത്ത്. ഈ ഷബാത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യഹൂദന്മാർക്ക് അത് സാബത്താണ്, സാബത്ത് ആചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൻ്റെയും പേര് ഷബാത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഒരുമിച്ചൊന്ന് പറയാം. യോം റിഷോൺ, യോം ശനി, യോം ശ്ലിഷി, യോം റബി, യോം ഹമിഷി, യോം ഷിഷി, യോം ഷബാത്ത്. ഇങ്ങനെയാണ് ദിവസങ്ങൾ പറയുന്നത്. കുറച്ച് വാക്കുകളൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് മോർണിംഗ് ഗ്രീറ്റിങ്സിലേക്കൊക്കെ പോവാം. നമ്മൾ ഈ തോവ് പറഞ്ഞില്ലേ, തോവ് ഗുഡ് എന്ന് പറയാനായിട്ട് പല രീതിയിൽ ഇവർ ആൾക്കാർ ഉപയോഗിക്കും. അതായത് നമ്മളിപ്പോൾ ഹൗ ആർ യു അല്ലെങ്കിൽ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമാണ്, അല്ലെങ്കിൽ ഐ ഫീൽ ഫാൻറ്റാസ്റ്റിക്, ഐ ഫീൽ ഗുഡ് എന്നൊക്കെ നമ്മൾ പല രീതിയിൽ പറയും അല്ലേ. എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായിട്ട് പറയും. അപ്പോൾ നമുക്ക് ഈ നല്ലത് അല്ലെങ്കിൽ ഗുഡ് എന്നുള്ളത് പല രീതിയിൽ പറയാനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് വാക്കുകളും കൂടെ നമുക്ക് അതിനകത്ത് നോക്കണം. അപ്പോൾ തോവ് ഗുഡ്, എക്സലൻറ്റ് എന്ന് പറയാനാണെങ്കിൽ മെച്ചുയാൻ. ഈ എക്സലൻ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ ഒരു വാക്ക് കൂടി ഉപയോഗിക്കും, മക്സീം. മക്സീം
ടോവ്, മെച്ചുയാൻ, മക്സീം എല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു നല്ലത് ഗുഡാണ് എന്ന് പറയാനായിട്ട് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഫോർമാലിറ്റി വേർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താങ്ക് യു എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു തൊദ. തൊദ. പ്ലീസ് എന്ന് പറയാൻ ബെവക്കഷ. ബെവക്കഷ. ഈ ബെവക്കഷ നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്യാനാണെങ്കിൽ അത് നമ്മൾ പ്ലീസ് എന്നുപയോഗിക്കും. ഒരാളൊരു സാധനം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് കൊടുത്തുകൊണ്ട് പ്ലീസ് ഹിയർ ഇറ്റ് ഈസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും. അങ്ങനെ രണ്ടർത്ഥത്തിൽ ഈ ബെവക്കഷ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരാളോട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ, ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് എന്ന് നമ്മൾ ചോദിക്കും ഇല്ലേ. അപ്പോൾ ആ ചോദിക്കുന്ന ആൾക്ക് നമ്മൾ ആ വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് പ്ലീസ് എന്ന് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ രണ്ട് അർത്ഥത്തിൽ രണ്ട് രീതിയിലും നമുക്ക് ഈ പ്ലീസ് എന്നുള്ള വാക്ക്, ഈ ബെവക്കഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ പ്ലീസ്, ബെവക്കഷ. ഇനി സോറി എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു മിസ്തഎർ, മിസ്തഎറെത്ത്. അതായത് മിസ്തഎർ മസ്കുലിൻ, ഇനി അത് സ്ത്രീകളാണ് സോറി പറയുന്നതെങ്കിൽ മിസ്തഎറെത്ത്. പുരുഷന്മാർ സോറി പറയുമ്പോൾ മിസ്തഎർ, സ്ത്രീകൾ സോറി പറയുമ്പോൾ മിസ്തഎറെത്ത്. ഇതുപോലെ തന്നെ ഒരു വാക്ക് കൂടിയുണ്ട്, സ്ലിഹ. സ്ലിഹ. ഈ സ്ലിഹ എന്നുള്ള വാക്കും രണ്ട് രീതിയിൽ ഉപയോഗിക്കും. സോറി പറഞ്ഞുകൊണ്ട് പറയാനും സ്ലിഹ ഉപയോഗിക്കും. അതുപോലെ തന്നെ എക്സ്ക്യൂസ് മീ എന്നുള്ള അർത്ഥത്തിലും നമ്മൾ ഈ സ്ലിഹ തന്നെയാണ് പറയുന്നത്. അതിനെന്തോ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു, അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. അപ്പോൾ അവിടെ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ടിക്കറ്റ് ഉണ്ട്, നമുക്ക് ആ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കയറി പോകാനായിട്ട് ആ ഒരു വഴി മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ആ ക്യൂ നിൽക്കുന്നവരോട് നമ്മൾ എക്സ്ക്യൂസ് മീ ക്യാൻ യു മൂവ്, ഒന്ന് മാറിത്തരുമോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്ലിഹ 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 എന്ന് നമ്മൾ ഉപയോഗിക്കും. സ്ലിഹ എന്ന് പറഞ്ഞാൽ ഒന്ന് മാറിത്തരുമോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ലിഹ ഉപയോഗിക്കും. ഇനി ആ പോകുന്ന പോക്കിൽ തന്നെ നമ്മൾ ആരുടെയെങ്കിലും കാലൊന്ന് ചവിട്ടിയെന്ന് വിചാരിക്കുക, അറിയാതെ ഒന്ന് ചവിട്ടി. അപ്പോൾ നമ്മൾ ഉപ്സ് സ്ലിഹ നമ്മൾ പറയും അല്ലേ. സോറി എന്നുള്ള അർത്ഥത്തിൽ അവിടെ അന്നേരം നമ്മൾ ആ സ്ലിഹ ഉപയോഗിക്കുമ്പോൾ അത് സോറി എന്നുള്ള അർത്ഥമാണ്. എക്സ്ക്യൂസ് മീ എന്നുള്ള അർത്ഥത്തിലും സ്ലിഹ ഉപയോഗിക്കും, സോറി എന്ന് പറയാനും സ്ലിഹ ഉപയോഗിക്കും. പക്ഷേ റെഗുലറായിട്ട് നമ്മൾ സോറി പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ മിസ്തഎർ, മിസ്തഎറെത്ത് ഈ രണ്ട് വാക്കാണ് ഉപയോഗിക്കുന്നത്. വെൽക്കം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വെൽക്കം എന്ന് പറയാൻ ആളുകളെ നമ്മൾ വെൽക്കം ചെയ്ത് സ്വാഗതം ചെയ്ത് പറയുന്ന രീതിയിൽ വെൽക്കം പറയാനാണെങ്കിൽ ബറുഹബ, ബ്രുഹീം ഹബായും ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു സാധനം കൊടുത്തു, അവർ നമ്മളോട് താങ്ക് യു പറയുമ്പോൾ അപ്പോൾ നമ്മൾ വെൽക്കം എന്ന് പറയാറുണ്ട് അല്ലേ. അവിടെ നമ്മൾ ബെവക്കഷ എന്നാണ് ഉപയോഗിക്കുന്നത്. ഒരാൾ താങ്ക് യു പറയുമ്പോൾ വെൽക്കം പറയാൻ ബെവക്കഷ. ഒരാളെ നമ്മൾക്ക് സ്വാഗതം ചെയ്ത് പറയാനാണെങ്കിൽ അത് നമ്മൾ ബറുഹബ. ഇനി നമ്മൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും നമുക്ക് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഇംഗ്ലീഷിൽ പറയുന്നത്? ക്യാൻ ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് ദീസ്, ക്യാൻ ഐ ഗെറ്റ് ദാറ്റ്, ക്യാൻ ഐ എന്ന് നമ്മൾ ഉപയോഗിക്കും അല്ലെ റിക്വസ്റ്റ് ചെയ്ത് പറയാൻ. അതിൻ്റെ ഹീബ്രു വാക്ക് എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. യഹോൽ എന്ന് വെച്ചാൽ ക്യാൻ. യഹോൽ മസ്കുലിൻ, യഹോല ഫെമിനിൻ, യഹോലീം മസ്കുലിൻ പ്ലൂറൽ, യഹോലോത്ത് ഫെമിനിൻ പ്ലൂറൽ. നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസിൻ്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. യഹോൽ, യഹോല, യഹോലീം, യഹോലോത്ത്. ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഫോർമാലിറ്റിയാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ മറ്റൊരാളോട് നമ്മൾ ഗുഡ് അപ്പറ്റൈറ്റ് എന്ന് പറയും. അപ്പറ്റൈറ്റ് എന്ന് വെച്ചാൽ വിശപ്പെന്നാണ്. അപ്പോൾ ഗുഡ് അപ്പറ്റൈറ്റ്, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരാളോട് നല്ല വിശപ്പുണ്ടാവട്ടെ എന്നൊന്നും നമ്മൾ നമ്മുടെ ഭാഷയിൽ അങ്ങനെ ആശംസിക്കാറില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു ഫ്രഞ്ച് രീതിയിൽ നിന്ന് വന്നതാണ്. ബോൺ അപ്പറ്റൈറ്റ് എന്ന് ഫ്രഞ്ചിൽ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ഗുഡ് അപ്പറ്റൈറ്റ് എന്ന് പറയും.
ഇംഗ്ലീഷിലും അത് പറയുന്നത് കുറവാണ്, നമ്മളും അങ്ങനെ പറയാറില്ല. പക്ഷേ ഹീബ്രുവിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് അപ്പറ്റൈറ്റ്, നല്ല വിശപ്പുണ്ടാവട്ടെ, അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പറയുന്നതാണ് ബെത്യാവോൻ. ബെത്യാവോൻ. നമ്മൾ ഒരുമിച്ചൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗുഡ് അപ്പറ്റൈറ്റ്, ബെത്യാവോൻ. അപ്പോൾ രാവിലെ നമ്മൾ ഒരാളെ വിളിച്ചുണർത്തുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറയുന്നത്? ഗുഡ് മോർണിംഗ് പറയും അല്ലേ? അപ്പോൾ ബോക്കർ തോവ്, ഗുഡ് മോർണിംഗ്, ബോക്കർ തോവ്. ഇനി നമ്മൾ ഒരാളോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ച് അവർ പറയാനായിട്ട് പല രീതിയിൽ ഇവർ ഗുഡ് മോർണിംഗ് പറയും. അതായത് ഇത്തിരി നല്ല സന്തോഷമായിട്ടൊക്കെ നല്ല പ്ലസൻ്റായിട്ടൊക്കെ നന്നായിട്ട് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വരുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ തിരിച്ച് ബൊക്കർത്തോവ് തന്നെ പറയും. ഇനി കുറച്ചുകൂടെ പ്ലസൻ്റായിട്ട് പറയാനാണെങ്കിൽ ബോക്കർ മെറ്റ്സുയാൻ, ബോക്കർത്തോവ്, ബോക്കർ മെറ്റ്സുയാൻ എന്ന് പറയാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ബോക്കർ മക്സീം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബോക്കർ ഓർ എന്ന് പറയാറുണ്ട്. അതായത് ഫുൾ ഓഫ് ലൈറ്റ് അങ്ങനെ വിഷ് ചെയ്ത് പറയുന്നതാണ് ബോക്കർ ഓർ. അപ്പോൾ എത്ര രീതി നമ്മൾ പറഞ്ഞു? ബോക്കർ തോവ്, ബോക്കർ മെറ്റ്സുയാൻ, ബോക്കർ മക്സീം, ബോക്കർ ഓർ. ഇതുപോലെ പല രീതിയിൽ നമുക്ക് തിരിച്ച് മറുപടി കിട്ടി എന്ന് വരാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ടേക്ക് കെയർ ചെയ്യുന്നത് കൂടുതലും അൾസൈമറൊക്കെ ഉള്ള പേഷ്യൻറ്റിനെയാണ്. അപ്പോൾ ചിലപ്പോൾ രാത്രി നന്നായിട്ട് ഉറക്കമില്ലാത്ത പേഷ്യൻ്റ് ആയിരിക്കാം, നമ്മളെയും ഉറക്കാതെ ഇരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാകുമ്പോൾ ചിലപ്പം തിരിച്ച് നമുക്ക് മറുപടി കിട്ടിയെന്ന് വരില്ല. എത്രയൊക്കെ ആയാലും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കിയാൽ മതി, ഇല്ലേ? ഇപ്പം മറുഭാഗത്ത് നിന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു പ്ലസൻ്റ് ഒന്നും നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? ഒരിക്കലും നമുക്ക് എതിർഭാഗത്തെ നമുക്ക് നന്നാക്കാനായിട്ട് പറ്റത്തില്ല, അല്ലേ? പക്ഷെ നമ്മുടെ ഭാഗം നന്നാക്കാൻ ചെറുപുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ നേരിടാനായിട്ട് നമുക്ക് പറ്റും. അത് കുറച്ചൊക്കെ നമ്മൾ ശ്രമിച്ചാലേ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജോലിയിലുള്ള ഫ്രസ്ട്രേഷനൊക്കെ കുറച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഇനി ഹൗ ആർ യു എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ പല രീതിയിൽ ചോദിക്കാം. ഹൗ ആർ യു, അത് ഏതൊക്കെ രീതിയാണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് മനിഷ്മ. ഇത് കോമൺ ആയിട്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും എല്ലാവരോടും ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന രീതിയാണ് മനിഷ്മ എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. എന്ത് എന്നുള്ള അർത്ഥമാണ്. നിഷ്മ എന്ന് വെച്ചാൽ വാട്ട്സ് ഹിയറിങ്, എന്താണ് കേൾക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. പക്ഷെ എന്താണ് കേൾക്കാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അത് ചോദിക്കുന്നത്. മനിഷ്മ, വാട്ട്സ് ഹിയറിങ്, മനിഷ്മ. ഇനി അടുത്തൊരു രീതി മഷ്ലോമെഹ്, ഫെമിനിൻ, മഷ്ലോം ഹ, മസ്കുലിൻ. ഒരു ഗ്രൂപ്പിനോട് മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ മഷ്ലോം ഹേം, മസ്കുലിൻ പ്ലൂറൽ, ഫെമിനിൻ പ്ലൂറൽ ആകുമ്പോൾ അത് മഷ്ലോം ഹെൻ. അപ്പോൾ മനിഷ്മ, മഷ്ലോമെഹ്, മഷ്ലോം ഹ, മഷ്ലോം ഹേം, മഷ്ലോം ഹെൻ. ഐ എം ഫൈൻ, ഐ എം ഓക്കെ, അങ്ങനെയൊക്കെ പറയാൻ പല രീതിയിൽ പറയും. പ്ലസൻ്റായിട്ട് പറയാൻ പറ്റും, ദേഷ്യത്തോടെ പറയാൻ പറ്റും, ഇനി അത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ കളിയാക്കി പറയാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് തിരിച്ച് മറുപടി കിട്ടിയെന്ന് വരാം. അത് ഏതൊക്കെ രീതിയാണെന്ന് നോക്കാം. യൂഷ്വലി പറയുമ്പോൾ ഐ എം ഫൈൻ അല്ലെങ്കിൽ ഐ എം ഓക്കെ എന്നുള്ള രീതിയിലാണ് നമ്മൾ തിരിച്ച് പറയുന്നത്. അനി ബെസേദർ, അനി ബെസേദർ. മസ്കുലിനായാലും ഫെമിനിനായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അനി ബെസേദർ, അത് കോമൺ ആയിട്ട് പറയുന്നതാണ്. ഇനി എവ്രിതിങ് ഈസ് ഓക്കെ എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഹക്കോൽ ബെസേദർ. ബെസേദർ എന്ന് വെച്ചാൽ ഓക്കെ, ഓൾ റൈറ്റ് എന്നുള്ള അർത്ഥമാണ്. ഓൾ റൈറ്റ്. ഹക്കോൽ എവ്രിതിങ്, ഹക്കോൽ, ഹക്കോൽ ബെസേദർ, എവ്രിതിങ് ഈസ് ഓക്കെ, എവ്രിതിങ് ഈസ് ഫൈൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹക്കോൽ ബെസേദർ. അതിൻ്റെ കൂടെ നമ്മൾ തൊദ ചേർത്താണ് പറയുന്നത്. അപ്പോൾ മനിഷ്മ അല്ലെങ്കിൽ എന്നോട് മഷ്ലോമേഹ് എന്നൊരാൾ ചോദിച്ചാൽ അനി ബെസേദർ തൊദ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഹക്കോൽ ബെസേദർ തൊദ.
നല്ല മൂഡിലൊന്നും അല്ല, നമ്മൾ ചോദിക്കുന്ന ആൾ നല്ല മൂഡിലൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ പ്ലസൻ്റ് ഒന്നും അല്ലാതെ യൂഷ്വലി സാധാരണ പോലെ പോകുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കറഗീൽ, ഹക്കോൽ കറഗീൽ, എവറിത്തിങ് ഈസ് യൂഷ്വൽ. ഹക്കോൽ കറഗീൽ അങ്ങനെ നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒന്ന് ഫീൽ ചെയ്യും, അയ്യോ എന്തോ കുഴപ്പമുണ്ട് എന്ന്. ഇപ്പോൾ നമ്മുടെ എംപ്ലോയറിനോട് നമ്മൾ മാനിഷ്മ അല്ലെങ്കിൽ മാഷ്ലോ മേഹ് മാഷ്ലോ ഖാ എന്ന് ചോദിക്കുമ്പോൾ ഹക്കോൽ കറഗീൽ എന്ന് കേട്ടാൽ നമുക്ക് തിരിച്ച് ചോദിക്കാം മക്കറ. കറ എന്ന് വെച്ചാൽ ഹാപ്പൻഡ്, കൊറേ എന്ന് വെച്ചാൽ ഹാപ്പൻ, ഹാപ്പൻ എന്നുള്ള അർത്ഥമാണ് കൊറേ. കറ എന്ന് വെച്ചാൽ ഹാപ്പൻഡ്, ഹാപ്പൻഡ് പാസ്റ്റായിട്ട് ചോദിക്കാനാണെങ്കിൽ വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുന്നത് മക്കറ, മക്കറ. അപ്പം നമുക്ക് ഇച്ചിരി സ്നേഹത്തോടു കൂടിയൊക്കെ നമുക്കത് ചോദിക്കാൻ പറ്റും. മക്കറ എന്ന് ചോദിക്കാനാണെങ്കിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടുമായിരിക്കും, കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കങ്ങനെ ചോദിക്കാം. മക്കറ ഹക്കോൽ ബസേദർ. ഇനി ഈ ഹക്കോൽ ബസേദർ എന്നുള്ളത് ആൻസറായിട്ടും ക്വസ്റ്റ്യനായിട്ടും ഉപയോഗിക്കും. ഈസ് എവറിത്തിങ് ഓക്കെ എന്ന് ചോദിക്കാനാണെങ്കിൽ ഹക്കോൽ ബസേദർ എന്ന് നമുക്ക് ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. ഇനി ഹൗ ആർ യു എന്ന് ചോദിക്കാൻ വേറൊരു രീതിയും കൂടിയുണ്ട്. ഇപ്പം മലയാളത്തിൽ നമ്മൾ എന്തുണ്ട് വിശേഷം എന്ന് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കും അല്ലേ. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും പരിചയമുള്ളവരാണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കും. അതേസമയം നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി സ്നേഹമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ എന്തുണ്ട് മോനെ വിശേഷം, എന്തുണ്ട് മോളെ വിശേഷം, എന്തുണ്ട് മക്കളെ വിശേഷം, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചുകൂടി സ്നേഹത്തോടെ ചോദിക്കാറുണ്ട് അല്ലേ. അങ്ങനെ കുറച്ചുകൂടെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കെയറിങ് മൈൻഡോടു കൂടിയൊക്കെ ചോദിക്കുന്ന ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതാണ് മാന്യനീം. മാന്യനീം നമ്മളോട് പലരും ചോദിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫാമിലിയിലൊക്കെ മക്കളൊക്കെ ആണെങ്കിലും വന്നിട്ട് മാന്യനീം എന്ന് ചോദിച്ചാൽ അത് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുന്നതാണ്. ഹൗ ആർ യു എന്നുള്ളത് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയാണ് മാന്യനീം. അതിനും നമ്മൾ മറുപടി പറയുന്നത് എല്ലാം ഒരുപോലെയാണ്. ഹക്കോൽ ബസേദർ തുദാ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പേര് ചോദിക്കുന്ന സെൻറ്റൻസുകൾ പഠിച്ചപ്പോൾ ഒരു രീതി ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് കൊറീംലി ഷൈനി, എന്നെ വിളിക്കുന്നത് ഷൈനി എന്നാണ് എന്ന് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇടാം, നിന്നെ എന്താണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലും ചോദിക്കും. നിൻ്റെ പേരെന്താണെന്നുള്ളത് അത് ചോദിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ ഒന്ന് പറയാം. എഹ് കൊറീം ലഹ്, എഹ് കൊറീം ലഹ. എഹ് എന്ന് വെച്ചാൽ ഹൗ, കൊറീം ലഹ് നിന്നെ എന്താണ് വിളിക്കുന്നത്. എഹ് കൊറീം ലഹ് ഫെമിനിൻ, എഹ് കൊറീം ലഹ മസ്കുലിൻ. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞ സെഷൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് അതേ സ്പേസിൽ ഇതുകൂടി ഒന്ന് എഴുതി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, എഴുതിയെടുക്കുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പൊളൈറ്റായിട്ട് ഗുഡ് മോർണിംഗ് പറയാൻ പഠിച്ചു, സുഖമാണോ എന്ന് ചോദിക്കാൻ പഠിച്ചു, സ്നേഹത്തോടെ സംസാരിക്കാൻ പഠിച്ചു. ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ലേ? സംസാരിക്കൂ. നിങ്ങൾ അറിയാവുന്ന ഹീബ്രു വെച്ച് ഡെയിലി സംസാരിക്കണം. പഠിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക. നമ്മൾ വേഗം ഓരോ കോൺവെർസേഷനായിട്ട് നന്നായിട്ട് ഹീബ്രു പഠിക്കും. സ്നേഹത്തോടെ സംസാരിക്കാൻ പരിശ്രമിക്കുക. എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാവട്ടെ എല്ലാവർക്കും. അങ്ങനെ ഒരു പുഞ്ചിരിയോടുകൂടി സംസാരിക്കാൻ ശ്രമിച്ചാൽ നമുക്കും തിരിച്ചാ സ്നേഹവും കെയറും ഒക്കെ നമുക്കും തിരിച്ചു കിട്ടും. നമുക്ക് ഒരു ചിലവും ഇല്ലാതെ നമുക്കൊന്നും നഷ്ടപ്പെടാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ നിറഞ്ഞ പുഞ്ചിരി. നമ്മുടെ മനസ്സിൽ എന്തുമാത്രം വിഷമം ഉണ്ടെങ്കിലും, എത്ര വിഷമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്ലസൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അത് നമുക്ക് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് തിരിച്ചും കിട്ടും. എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂടെയൊക്കെ ഈ പ്ലീസ്, സോറി എന്നൊക്കെയുള്ളത് ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഏതെങ്കിലും ഉച്ചാരണമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓരോ സെഷനിലും നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. താമസിക്കാതെ തന്നെ ഞാനൊരു ദിവസം യൂട്യൂബിൽ ലൈവിൽ വരുന്നതായിരിക്കും. ലൈവിൽ വന്ന് ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാം. അപ്പോൾ ഓരോ സെഷനിലും നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ നിങ്ങൾ എഴുതി വെക്കുക. ഇതുവരെയും പഠിച്ച
സെഷനിലെ എല്ലാ ഡൗട്ടുകളും തീർത്ത് തന്നതിന് ശേഷം മാത്രമേ ഇനി ഒരു സെഷനിലേക്ക് ഞാൻ പോവുകയുള്ളൂ. സമയവും ദിവസവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എൻ്റെ ഫ്രീ ടൈം കണ്ടെത്തി. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. സംശയങ്ങൾ എഴുതി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെയുള്ള സെഷനിലെ സംശയങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതി വെക്കാവുള്ളൂ. കാരണം നമ്മൾ അല്ലാതെയുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ തുടങ്ങിയാൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷനാകും. അതുകൊണ്ട് നമ്മൾ ഇതുവരെയുമുള്ള സെഷനിൽ നമ്മൾ പഠിച്ച ആൽഫബറ്റ്സ് പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ നിക്കുതുകൾ വെച്ച് പഠിച്ചു, ഉച്ചാരണം കൊടുക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ 2 കോൺവെർസേഷൻ സെഷൻ ചെയ്തു. ഫുൾ കോൺവെർസേഷൻ സെഷനായിട്ട് വന്നിട്ടില്ല ഇതുവരെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള ചെയ്ത സെഷനിലെ ഡൗട്ടുകൾ നിങ്ങൾ എഴുതി വെക്കുക. താമസിക്കാതെ തന്നെ ഒരു ദിവസം ലൈവിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. എല്ലാവരോടും ലഹിത്ര ഓത്ത് നിത്ര എ.